പാർട്ടി തീരുമാനം അനുസരിച്ചാണ് സ്ഥാനാർത്ഥിയായിരിക്കുന്നത്. എക്കാലത്തും എൻ്റെ സ്വന്തമായിട്ടുള്ള തീരുമാനം എനിക്ക് വേണ്ടി നടത്താറില്ല. പാർട്ടി എടുക്കുന്ന തീരുമാനത്തോടൊപ്പം നിൽക്കുകയാണ് സാധാരണ ചെയ്യാറ്. അത് ഓരോ ഘട്ടത്തിലും അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. പാർലമെൻറ്റിലേക്ക് ആദ്യമാണ്. അല്ല, ഏത് പദവി വേണം എന്നുള്ളത് നമ്മളല്ല തീരുമാനിക്കുന്നത്. പാർട്ടിയിൽ പ്രവർത്തിക്കുമ്പോൾ ചെറുപ്പം മുതൽക്ക് പാർട്ടി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ച് പോരുകയാണ് ചെയ്തിരിക്കുന്നത് ഓരോ ഘട്ടത്തിലും. അത് സംഘടനാ രംഗത്തും തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിലൊക്കെ തന്നെ പാർട്ടി തീരുമാനിച്ചതനുസരിച്ചാണ് പ്രവർത്തിച്ചിരിക്കുന്നത്. ഒരിക്കലും എനിക്ക് ഇന്നത് വേണമെന്ന് ഞാൻ പാർട്ടിയോട് ആവശ്യപ്പെട്ടില്ല. പാർട്ടി തീരുമാനിക്കുന്നതനുസരിച്ചാണ് എൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ഇതുവരെ ഉണ്ടായത്. ഇതെല്ലാം കണക്കാക്കിക്കൊണ്ടായിരിക്കുമല്ലോ പാർട്ടി ഒരു തീരുമാനം എടുക്കുന്നത്. ഈ ആലത്തൂർ മണ്ഡലം ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനമുള്ള മണ്ഡലമാണ്. താങ്കളുടെ മണ്ഡലം ചേരക്കര ഉൾപ്പെടുന്ന ഒരു മണ്ഡലമാണ്. കഴിഞ്ഞ വർഷമാണ് അപ്രതീക്ഷിതമായി അത് പരാജയപ്പെട്ടു. തിരിച്ചു പിടിക്കുക എന്നത് ഒരു ദൗത്യം കൂടിയാണല്ലോ. ഈ പ്രാവശ്യത്തെ പാർട്ടിയുടെ തീരുമാനം മാക്സിമം സീറ്റുകൾ പിടിക്കുക എന്നുള്ളതാണ്. കാരണം ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ അംഗസംഖ്യ വർദ്ധിപ്പിക്കണം. കഴിഞ്ഞ 5 വർഷക്കാലത്തെ അനുഭവം അതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഓരോ പാർലമെൻറ്റ് സമ്മേളനം കഴിയുമ്പോഴും ഇടതുപക്ഷത്തിൻ്റെ സാന്നിധ്യം കുറേ കൂടി അല്ലെങ്കിൽ വർധനവോടുകൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറേ കൂടി മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുമായിരുന്നു എന്ന് പൊതുവെ ജനങ്ങൾ പറഞ്ഞിരുന്ന കാര്യമാണ്. ഓരോ സഭയിൽ നടക്കുന്ന അല്ലെങ്കിൽ പാർലമെൻറ്റിലും രാജ്യസഭയിലൊക്കെ നടക്കുന്ന സന്ദർഭങ്ങളിൽ അത്തരം ചർച്ചകൾ നല്ലപോലെ ഉയർന്നു വരികയുണ്ടായി. നമ്മുടെ കേരളത്തിൻ്റെ ആവശ്യങ്ങൾ പറയുക എന്നതിൻ്റെ പുറത്തേക്ക് പൊതുവെയുള്ള കാര്യങ്ങൾ, നമ്മുടെ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പാർലമെൻറ്റിൽ അവതരിപ്പിക്കാൻ കഴിയാതെ പോകുന്നതിൻ്റെ ഒരു പ്രയാസം കഴിഞ്ഞ സഭയിലുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷങ്ങളുടെ സ്വാധീനം ഇന്ത്യൻ പാർലമെൻറ്റിൽ വർദ്ധിപ്പിക്കണം എന്നുള്ള പൊതുവായിട്ടുള്ള അഭിപ്രായം ഉയർന്നു വന്നിട്ടുണ്ട്. നമ്മുടെ രാജ്യം ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് നമ്മുടെ ജനാധിപത്യ സംവിധാനങ്ങളും ഫെഡറൽ സംവിധാനങ്ങളും ഒക്കെ തന്നെ തകർക്കപ്പെടുന്ന രീതിയിലേക്ക് പോവുകയാണ്. നമ്മുടെ മതേതര സങ്കല്പങ്ങളും തകർക്കപ്പെടുന്ന രീതിയിലേക്ക് പോകുമ്പോൾ വളരെ ക്രിട്ടിക്കലായിട്ടുള്ളൊരു കാലഘട്ടമാണിത്. അപ്പം അതിനെ മുറിച്ച് കിടക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇടതുപക്ഷങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അതാണ് പാർട്ടി സെൻട്രൽ കമ്മിറ്റിയും ചർച്ച ചെയ്തതാണ്. പൊതുവേ ഇടതുപക്ഷ കക്ഷികളെല്ലാം ചർച്ച ചെയ്തതാണ്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ നമ്മുടെ കേരളത്തിലാണ് കൂടുതൽ സീറ്റുകൾ വർദ്ധിപ്പിക്കാൻ കഴിയുന്നത്. അപ്പോൾ ആ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് പാർട്ടി മുന്നോട്ട് വച്ചിരിക്കുന്ന ആശയം.